കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു തീരെ വിപ്ലവകാരി വൈസ് ചാൻസലർ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നിങ്ങൾ മിക്കവരും കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കും. ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി യൂണിയൻ അല്ല. യൂണിവേഴ്സിറ്റി യൂണിയനിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇത്തവണ ജയിച്ചത് MSFും KSUവും ചേർന്ന ഒരു മുന്നണിയാണ്. ഇത് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മിക്കവാറും തേഞ്ഞിപ്പലത്തുള്ള ഈ ഗവേഷകരടക്കമുള്ള ആളുകളുടെ പ്രതിനിധിയായിട്ട് ജയിച്ച ആളായിരിക്കും. അവിടെ എത്തപ്പയ്യാണ് ജയിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ വിപ്ലവകാരിക്ക് വൈസ് ചാൻസലർ സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് ബോധിച്ച രീതിയിലുള്ള ഒരു സത്യപ്രതിജ്ഞയാണ് അവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് SFIക്ക് വേണ്ടിയിട്ടും ലോക വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ടും ജീവാർപ്പണം ചെയ്ത രക്തസാക്ഷികളുടെ നാമത്തിൽ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ ശ്രമിക്കുക. ഇതേക്കുറിച്ച് ഏകദേശ ധാരണയുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട വൈസ് ചാൻസലർ ഈ സത്യപ്രതിജ്ഞ ഇവിടെ പറ്റുകയില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് റദ്ദാക്കിയതായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇനി ഈ വിപ്ലവകാരി യൂണിവേഴ്സിറ്റി ഓഫീസിൽ കയറിയിരുന്ന് ഭരണം നടപ്പാക്കുമെന്ന് നമുക്കറിയില്ല. SFIക്കാരനായിട്ട് മിക്കവാറും അത് ചെയ്യാനുള്ള സാധ്യത. അപ്പോൾ ഇവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചോദ്യം, അത് ഉയർന്നു വരാവുന്ന ഒരു ചോദ്യം, നിർദ്ദിഷ്ട ഫോർമാറ്റിലല്ലാതെ സത്യപ്രതിജ്ഞ ചെയ്താൽ സത്യപ്രതിജ്ഞയ്ക്ക് വിലയുണ്ടോ ഇല്ലയോ എന്നതാണ്. ഈ വിഷയം നേരത്തെ കേരള ഹൈക്കോടതിയും പിന്നീട് സുപ്രീം കോടതിയും പരിഗണിച്ചിട്ടുള്ളതാണ്. അത് കേരള സംസ്ഥാനത്തെ ഒരു നിയമസഭാംഗം പണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത സംഭവം നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. എന്നേ പേര് 2001 തെരഞ്ഞെടുപ്പിലാണ്. അന്ന് UDFന്റെ ഭാഗമായിരുന്ന JSSന്റെ പ്രതിനിധിയായിട്ട് ശ്രീ ഉമേഷ് ചള്ളിയിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. ഉമേഷ് ചള്ളിയിൽ ഒരു ശ്രീനാരായണ പ്രസ്ഥാനക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ചള്ളിയിൽ കൃഷ്ണൻ കൊടുങ്ങല്ലൂർ ഒരു പ്രസിദ്ധനായ SNDP നേതാവും കേരള കൗമുദിയുടെ പ്രാദേശിക ലേഖനമൊക്കെയായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു അബ്കാരിയുമായിരുന്നു. കൊടുങ്ങല്ലൂർ ആദ്യമായിട്ടൊരു ബാർ സ്ഥാപിച്ചത് ഈ ചള്ളിയിൽ കൃഷ്ണനാണ്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത് എന്നൊക്കെയുള്ള ഗുരുദേവൻ പറഞ്ഞു. അപ്പോൾ ആ ഗുരുദേവ ദർശനം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവിടെ ഒരു ബാർ ആരംഭിച്ചു. അതാണ് ചള്ളിയുടെ ബാർ എന്ന് പ്രാദേശികമായിട്ട് അറിയപ്പെടുന്ന പാലസ് ബാർ. ആ ബാറിൻ്റെ ഉടമസ്ഥൻ പിന്നീട് ഈ ഉമേഷ് ചള്ളിയിലായിട്ട് മാറി. അദ്ദേഹത്തിനാണ് ഈ ചള്ളിയിൽ കൃഷ്ണൻ്റെ മൂത്ത മകൻ. അങ്ങനെ അദ്ദേഹം ജനാധിപത്യ സംരക്ഷണ സമിതിയിൽ ചേരുകയും ഗൗരിയമ്മയുടെ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് കൊടുങ്ങല്ലൂർ മത്സരിക്കുകയും അന്നത്തെ UDF തരംഗത്തിൽ ജയിച്ച് MLA ആവുകയും. MLA ആയിട്ട് സത്യപ്രതിജ്ഞ എന്ന ദിവസം ശ്രീമാൻ വക്കം പുരുഷോത്തമനാണ് നിയമസഭാ സ്പീക്കർ. സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പാണ് MLAമാരുടെ ഈ സത്യപ്രതിജ്ഞ നടക്കുന്നത്. MLAമാർ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷമുള്ള സ്പീക്കറെ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു എനിക്ക് ഓർമ്മയില്ല. ഏതായാലും പ്രോട്ടേം സ്പീക്കറുടെ മുമ്പിൽ ഇദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്നാണ്. അപ്പം തന്നെ ചില ആളുകൾ അതിൻ്റെ അകത്ത് ഒരു അസാംഗത്യം ചൂണ്ടിക്കാണിച്ചു. ഇത് ശരിയല്ല, ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ സ്വന്തം നാമത്തിൽ സത്യപ്രതിജ്ഞാനെ പറ്റുള്ളൂ. ഭരണഘടന അനുശാസിക്കുന്ന അങ്ങനെയാണ്. ഭരണഘടനയുടെ 188-ാം അനുച്ഛേദം അതിൽ കൃത്യമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ഒന്നുകിൽ ദൈവനാമത്തിൽ അല്ലെങ്കിൽ സ്വന്തം നാമത്തിൽ മാത്രമേ പറ്റുള്ളൂ. ഏതായാലും അത് വിലപ്പോയില്ല. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തു. അദ്ദേഹം MLA ആയിട്ടിരുന്നു. സ്പീക്കറുടെ അടുത്ത് പിന്നീട് പരാതി വന്നു. വക്കം പുരുഷോത്തമനാണ് സ്പീക്കർ. വക്കം പുരുഷോത്തമൻ തന്നെ വലിയ ശ്രീനാരായണ ഭക്തനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റൂളിംഗ് ഇങ്ങനെയായിരുന്നു, അതിൽ തെറ്റൊന്നുമില്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ പേരിലും ചെയ്യാം. ഇതാദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ മറ്റു പാർട്ടിക്കാർക്കും അതനുസരിച്ച് ചെയ്യായിരുന്നു. CPMകാർക്ക് EMSന്റെ പേരിലോ അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പേരിലോ VS അച്യുതാനന്ദൻ്റെ പേരിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യാം. അതല്ലെങ്കിൽ ലീഗുകാർക്ക് ബാഫയ്ക്ക് തങ്ങളുടെ പേരിലോ സീതി സാഹിബിൻ്റെ പേരിലോ CHന്റെ പേരിലോ സത്യപ്രതിജ്ഞ ചെയ്യാം. അതുപോലെ ഓരോ പാർട്ടിക്കാർക്കും ചെയ്യാമായിരുന്നു. കേരള കോൺഗ്രസ്സുകാർക്ക് PT ചാക്കോയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷെ ഇത് അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഹരിദാസൻ പാലയിൽ എന്ന് പറഞ്ഞ ഒരു പത്രപ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം മംഗളം പത്രത്തിൻ്റെ ലേഖകനാണ്. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ മുഖേന ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ഫയൽ 2001 ഫയൽ ചെയ്തതാണ്. 2003-ാം ആണ്ടിലാണ് അതിൻ്റെ വാദം നടന്ന് വിധി വന്നത്. അന്ന് അതിഗംഭീരനായ ഒരു ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ചീഫ് ജസ്റ്റിസിൻ്റെ പേര് ജവഹർലാൽ ഗുപ്ത എന്നാണ്. ഗുപ്ത പഞ്ചാബുകാരനാണ്. ആ പഞ്ചാബുകാരനായ ഗുപ്തയ്ക്ക് ശ്രീനാരായണ ഗുരുവിനോടോ അയ്യങ്കാളിയോടോ മന്നത്ത് പത്മനാഭപിള്ള സാറിനോടോ
അല്ലെങ്കിൽ ഇവിടെയുള്ള വേറെ ഏതെങ്കിലും സാമൂഹിക പരിഷ്കർത്താവിനോട് അങ്ങനെ പ്രത്യേകിച്ച് അനിതര സാധാരണമായിട്ടുള്ള പ്രതിപത്തിയോ ഭക്തിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഭരണഘടന അനുസരിച്ച് ഈ സത്യപ്രതിജ്ഞ നിലനിൽക്കുകയോ ഇല്ലയോ എന്ന് മാത്രമേ പരിഗണിക്കൂ. ഭരണഘടന അനുസൃതമായിട്ടാണെങ്കിൽ സത്യപ്രതിജ്ഞ നിലനിൽക്കുകയില്ല. ഉമേഷ് ചള്ളിയുടെ സത്യപ്രതിജ്ഞ അസാധുവാണ് എന്ന് പ്രഖ്യാപിച്ചു. എന്ന് മാത്രമല്ല, രണ്ടാമത് ഈ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്താൽ മാത്രമേ ഇദ്ദേഹത്തിന് മെമ്പറായി തുടരാൻ കഴിയുള്ളൂ എന്ന്. ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനം അനധികൃതമാണ് എന്നും അങ്ങനെ അനധികൃതമായി സഭയിൽ കടന്നിരുന്നതിന് പുള്ളി ദിനം പ്രതി 500 രൂപ എന്ന ക്രമത്തിൽ പിഴ അടക്കണമെന്ന്, പിഴ അടക്കാത്ത പക്ഷം പുള്ളിക്ക് പുനർ സത്യപ്രതിജ്ഞയ്ക്ക് അവസരം നൽകേണ്ടതില്ല എന്ന് കൂടി വിധിച്ചു കളഞ്ഞു. അങ്ങനെ പാവം ഉമേഷ് ചള്ളി അടിയും കൊണ്ടു, പുളിയും കുടിച്ചു, കര ഒടുക്കി എന്ന് പറഞ്ഞ അവസ്ഥയല്ലേ. പുള്ളി സുപ്രീം കോടതിയിൽ പോയി, പക്ഷേ സ്റ്റേ കിട്ടിയില്ല. സ്റ്റേ കിട്ടാത്തടത്തോളം കാലം ഈ ഹൈക്കോടതി വിധി നിലവിലാണ് എന്നാണ് സങ്കല്പം. അത് അതിനെ തുടർന്ന് സ്പീക്കറുടെ മുമ്പിൽ രണ്ടാമത് സത്യപ്രതിജ്ഞ, അതുവരെയുള്ള സംഖ്യയും ഖജനാവിൽ അടച്ചു. അങ്ങനെ പ്രശ്നം സലാമത്താക്കി. അടുത്ത തെരഞ്ഞെടുപ്പിൽ പുള്ളി കൊടുങ്ങല്ലൂർ മത്സരിച്ചു. ശ്രീനാരായണ സമുദായക്കാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ ഇതിൻ്റെ പേരിലെങ്കിലും പുള്ളി അത് ജയിക്കുമെന്ന് എല്ലാവരും വിചാരിച്ചു. ജനകീയ MLA ഉമേഷ് ചള്ളി എന്ന് പറഞ്ഞ് മത്സരിച്ചു. നമ്മുടെ CPI നേതാവ് KP രാജേന്ദ്രനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. രാജേന്ദ്രൻ സാമാന്യ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിന് ജയിച്ചു. അങ്ങനെ ഉമേഷ് ചള്ളിയിൽ മുൻ MLA ആയിട്ട് മാറി. ഉമേഷ് ചള്ളിയിൽ എൻ്റെ ഒരു സുഹൃത്താണ്. അദ്ദേഹം പിന്നീട് ഈ KP രാജേന്ദ്രനെതിരായിട്ട് കേരള ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് കേസ് കൊടുത്തു. ഞാനാണ് സഖാബ് രാജേന്ദ്രന് വേണ്ടിയിട്ട് ഹാജരായി. അപ്പോൾ അതിൻ്റെ വിചാരണ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ ഇദ്ദേഹം ചില സിൽബന്ധികളും കൂടി കോടതിയിൽ വരും. പുള്ളി സാക്ഷിയായിട്ട് കോടതിയിൽ ഹാജരായി. ഞാൻ അദ്ദേഹത്തെ എതിർ വിസ്താരം നടത്തി. പിന്നീട് അദ്ദേഹം നമ്മോട് വലിയ സ്നേഹം കാണുന്നിടത്തൊക്കെ വെച്ച് സെൽഫി എടുക്കുകയും വഴിയിൽ വെച്ച് അല്ലെങ്കിൽ കേസ് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഹൈക്കോടതിൻ്റെ മുമ്പിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ചോറ് വാങ്ങിച്ചു തരികയൊക്കെ ചെയ്തു. അങ്ങനെ വളരെ സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യനാണ്. പുള്ളിക്ക് ഇങ്ങനൊരു ഭാഗ്യദോഷം സംഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് ഇപ്പോഴും സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും ഉമേഷ് ചള്ളിയിലിൻ്റെ അവസ്ഥ ഈ SFIയുടെ ധീരസഖാവിന് വരാതിരിക്കണമെങ്കിൽ ഈ നിയമാനുസൃതമായ രീതിയിൽ സത്യപ്രതിജ്ഞതായിരിക്കും നല്ലത് എന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് മാത്രം SFIയുടെ വിപ്ലവാവേശത്തിന് വലിയ കുറവൊന്നും സംഭവിച്ചു ആരും തെറ്റിദ്ധരിക്കുകയില്ല. കാരണം SFI എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, വലിയ ധീര വിപ്ലവ പ്രസ്ഥാനമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം VC-ക്കെതിരായിട്ട് സമരം ചെയ്യും, ചാൻസലർക്കെതിരായിട്ട് സമരം ചെയ്യും. പിന്നെ ഈ പറഞ്ഞ സമരത്തിൽ നിന്നൊക്കെ അവർ വീരോചിതമായിട്ട് പിന്മാറും. അങ്ങനെ എന്തൊക്കെ അക്രോബാറ്റിക്സ് നടത്തിയിട്ടാണ് SFIക്കാർ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു ഇതുവരെയുള്ളതിൻ്റെ അവസാനത്തെ ഒരു എപ്പിസോഡായിട്ട് മാത്രമേ ഈ സത്യപ്രതിജ്ഞ നാടകത്തെ നമ്മൾ കണക്കാക്കേണ്ടതുള്ളൂ. ഏതായാലും ഇതുപോലുള്ള സഖാക്കളൊക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം വളരെ വിരസമായി പോകും, തീരെ ബോറായി പോകും. അതുകൊണ്ട് ധീര സഖാക്കളെ ഇനി ഇതുപോലുള്ള നാടകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അവതരിപ്പിക്കുക.